നിങ്ങളുടെ ഫേവറേറ്റ് ആനിമേ ഏതാണെന്ന്? അയ്യോ 12:51 നമുക്ക് 1:10 ഷോ. നമ്മുടെ ലിറ്ററലി മുമ്പില് ട്രാഫിക് നോക്ക്. Yo homies, it's your boy VK here and welcome to my first vlog. And ഇന്നാണ് 13 September and ഞാൻ രാവിലെ തന്നെ ഫുള്ള് കുളിച്ച് ഒരുങ്ങി മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്, ഫുൾ ഔട്ട്ഫിറ്റ്. ഞാൻ നിങ്ങൾക്ക് എന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ബിക്കോസ് ഇന്നാണ് മമ്മി ഡാഡിയുടെ വെഡിങ് ആനിവേഴ്സറി ആൻഡ് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആയി, കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് പോയിക്കൊണ്ട് സംസാരിക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. സോ ദിസ് ഈസ് ഹൗ യുവർ ബോയ് VK ലുക്സ് ഇൻ ദ മുണ്ട് ആൻഡ് ഷർട്ട്. ഹലോ, ഹാപ്പി ആനിവേഴ്സറി. ഫുൾ ഒരുങ്ങി നിൽക്കുകയാണല്ലോ. ഓക്കെ, നിക്കൂ, ഫോട്ടോ എടുക്കാം. ആനിവേഴ്സറി ഫോട്ടോ. നമ്മള് ആദ്യം നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോവാണ്. ഗൈസ്, മീറ്റ് ചിക്കി. ദിസ് ഇസ് ചിക്കി. ആദ്യം നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു മാരിയമ്മൻ കോവിലുണ്ട്. സോ അങ്ങോട്ട് പോവാണ് ആദ്യം. ആൻഡ് നമ്മുടെ വീട്ടിലുള്ള ആഞ്ജനേയന്റെ ഫ്ലാഗ്. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ബജ്രംഗ് ബലി. ഓൾസോ ഇന്ന് മമ്മിയുടെ ഡേ ആനിവേഴ്സറി ആയതുകൊണ്ട്, സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഭഗവതിക്ക് ഒരു സാരിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മമ്മി. സോ അത് നമ്മൾ കൊടുക്കാനായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് രാവിലെ. കൊടുക്കാൻ മാത്രമല്ല, തൊഴുവാനും കൂടെ. സ്പെഷ്യൽ ആയിട്ട് അത് കൊടുക്കാനായിട്ട് പോവാണ്. നമസ്തേ. ഒരു വീഡിയോ എടുത്തോട്ടെ? Guys, once again fit check. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി 6 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു വന്ന് 9 മണിക്ക് ഡീമൺ സ്ലെയർ കാണാൻ പോകാന്നായിരുന്നു പ്ലാൻ ഫുള്ള്. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ വൈകിയോണ്ട് ഇനി ഞാൻ ബാക്കിയുള്ളവരെ വിളിച്ച് പറയേണ്ടി വരും, അവരും ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയാൽ മതിയെന്ന്. എന്തായാലും 1:10 ഷോ ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. സോ സമയമുണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് ഞങ്ങള് ലഞ്ചും കൂടെ കഴിച്ചിട്ട് ഇതിലെടുക്കാറുണ്ടോ. നമ്മളിപ്പോ കൊടുവായൂർ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ രാവിലെ 6 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞത് നേരത്തെ. അത് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. സോ ഇപ്പൊ എന്തായാലും നമ്മൾ കൊടുവായൂർ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവിടുന്ന് പിന്നെ തിരിച്ചു വന്നിട്ട് വേണം നമ്മള് സിനിമയ്ക്ക് പോകാനായിട്ട് തൃശ്ശൂര്. ഇറ്റ് ഈസ് ഫൈനലി ടൈം. നമ്മള് ഡീമൺ സ്ലെയർ മൂവിക്ക് പോവാണ്. പക്ഷെ ഞാൻ ഒരുപാട് ലേറ്റ് ആയി. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ തന്നെ മമ്മി എനിക്ക് ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് മമ്മി പറഞ്ഞു നിങ്ങളെ കാണിക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നത് സമയമില്ലാത്തോണ്ട്. സോ നമുക്ക് ഗെറ്റിംഗ് റെഡി വിത്ത് മീ ചെയ്യാം നിങ്ങളുടെ ഒപ്പം. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദ ഫിറ്റ്, താഞ്ചൂർ ഫിറ്റ്. ലെറ്റ്സ് ഗോ. സ്പെഷ്യൽ ആയിട്ട് 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പായസമാണ് ഇവിടെയുണ്ട്. ഞങ്ങളുടെ ഫ്രിഡ്ജ് മിറർ ആണ് കേട്ടോ ഗൈസ്. ഫ്രിഡ്ജിലും എനിക്ക് ഫിറ്റ് ചെക്ക് കാണിച്ചു. ഓക്കെ, ബൈ ബൈ. പോയിട്ട് വരാം. പോയിട്ട് വരാം. യോ ദിനുസാൻ. ദിസ് ഇസ് അഭിഷേകേട്ടൻ. അഭിഷേകേട്ടൻ എന്റെ കോളേജിലെ സീനിയർ ആണ്. ആൻഡ് ഇന്ന് ആളുടെ കാറിലാണ് നമ്മൾ തൃശ്ശൂർ വരെ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് നിരുസാൻ. നിങ്ങൾ കിരീടോക്കുണ്ട് എന്റെ ചാനലില് ID കണ്ടിട്ടുണ്ടാവും. അത് ഇവനാണ്. ഫേസ് റിവീൽ ആയി നിരുടെ. ഇനി ഒരാൾ കൂടെ വരാനുണ്ട്, അഭിനന്ദ്. അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോ. ആൻഡ് ഇത് ഞങ്ങൾ ഓൾറെഡി ഒരിക്കൽ എടുത്തു, ഇതേ സെയിം സാധനം. പക്ഷെ ഞാൻ ക്യാമറ പിടിച്ചത് ശരിയായില്ല, അതുകൊണ്ട് വീണ്ടും എടുക്കാണ്. ഇവര് സഹിക്കേണ്ടി വരും ഇന്ന് ഫുൾ ഇത്. അബിക്കൂ അബി, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. നിന്റെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്തോ? ഞാൻ ഇങ്ങനെ നീ വായിൽ ഫ്രണ്ട് പിടിച്ച് പറഞ്ഞാൽ മതി. നമുക്ക് പിന്നെ യൂട്യൂബ് ചാനൽ പറയാനൊന്നുമില്ല ഗൈസ്, തുടങ്ങിയിട്ടേ ഇല്ല, ആലോചിച്ചുകൊണ്ടിരിക്കണോ. അബി ഒരു അപ്കമിങ് യൂട്യൂബർ ആണ്. അവൻ ഫുൾ ഒമേഗൽ കണ്ടന്റ് ഒക്കെ ഇട്ട് ഹൈപ്പ് ആക്കാൻ പോവാണ്. യൂട്യൂബർ ആണ്. സോ പേര് കിട്ടിട്ട് പറയാട്ടോ. അടിയിൽ ലിങ്ക് പോകുന്ന ഒരു ഗൂഗിൾ പേ നമ്പർ ഡൊണേഷൻ. അബി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് വേണം നമുക്ക് കൊളാബറേറ്റ് ഒക്കെ ചെയ്യാനായിട്ട്. ഏത് നീ ഒമേഗളില് വീഡിയോ ചെയ്ത് ഞാൻ കോസ്പ്ലേ ചെയ്തിട്ട് ഒമേഗളിൽ ഇങ്ങനെ മറ്റേ ക്യാമിയോ. അഭിഷേകേട്ടനെ അറിയില്ല. ഞങ്ങൾ 3 ഇന്നലെ രാത്രി ഇരുന്ന് കുറെ ഒക്കെ ഡിസ്കസ് ചെയ്തതാ. അതായത് നമ്മൾ പോയിട്ട് റാൻഡം സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് ലൈക്ക് ക്വിസ് ചെയ്യണ പോലെ, ഡീമൺ സ്ലെയർ ക്വിസ്. 3 ക്വസ്റ്റ്യൻ ചോദിക്കും ഒരാളുടെ അടുത്ത്, ഈസി, മീഡിയം, ഹാർഡ്.
ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതല്ല. ഗിഫ്റ്റ് എന്താണെന്ന് തീരുമാനിക്കണം. ഡയറി മിൽക്കോ വല്ലതും 10 രൂപയുടെ ഇല്ല, മേടിച്ചിട്ടില്ല, മേടിക്കണം. എന്നാലും നമ്മള് സമയമായി. ഇപ്പൊ നമ്മള് തൃശ്ശൂർ എത്തുമ്പോ തന്നെ മൂവി സ്റ്റാർട്ട് ആവാൻ പോവാണ്. 1:10 ഷോ ആണ്. ആൻഡ് 10 മണിയാണോ? 11 മണിയായി. സോ ഇവിടുന്ന് ഇനി റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തൃശ്ശൂർ എത്താനായിട്ട് എത്ര സമയം എടുക്കുന്ന അറിയില്ല. അല്ലെങ്കിൽ മൂവി കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോ ആൾക്കാരോട് ചോദിക്കാം. എനിക്ക് ഭയങ്കര സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. ഞാൻ എങ്ങനെയൊക്കെയാണ് പബ്ലിക്കിൽ ഈ ക്യാമറ പിടിച്ച് വ്ളോഗ് ചെയ്യണത് തന്നെ. ഡീമൺ സ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന വെപ്പണിന്റെ പേരെന്താണ്? ഈസി ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഒന്നുമില്ല, അവരെന്നെ പറയണം. നോ ഓപ്ഷൻസ്. നിങ്ങളായിട്ട് ആൻസർ പറയണം. ഡീമൺ സ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന അവരുടെ വെപ്പണിന്റെ പേരെന്താണ്? അല്ലല്ല, ലൈക് ജനറൽ നെയിം എന്താണ്? നീ കണ്ടിട്ടുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഡീമൺ സ്ലേയറിന്റെ? ചെക്ക യൂട്യൂബ് ഷോർട്സ് ഡീമൺ സ്ലേയർ കണ്ടിട്ട് വന്നിരിക്കാൻ കേട്ടോ. സിനിമ കാണുമ്പോ പറഞ്ഞു കൊടുത്താൽ മതി. സിനിമ കാണുമ്പോ അബിക്ക് ഇങ്ങനെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഇതാണ് താൻജിറോ, ഇതാണ് സെനിറ്റ്സു. ഓക്കെ, ആൻസർ ആണ് നീച്ചിരിൻ സോട്സ്. ശരി, കുറച്ചുകൂടി ഈസി തരാം. ഹൂ സെറ്റ് ദി ഫേമസ് ലൈൻ സെറ്റ് യുവർ ഹാർട്ട് അബ്ലേസ്? രംഗണ്ണനോ? അയ്യോ, ഡോണട്ടോ ബ്രോ, ഡിസ്റെസ്പെക്ട്. അബി ഫ്ലെയിം ആഷിറ. ഓക്കെ, ഫ്ലെയിം ആഷിറ, അത് കറക്റ്റാണ്. പേരെന്താ പറ? രംഗോക്കു ക്യോജിറോ. മാതരയോ? എടാ നീ നറൂട്ടോയുടെ സിനിമയ്ക്കല്ല പോകുന്നത്, ഡീമൺ സ്ലേയറിന്റെ പോകുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ആനിമെ ഏതാണ്? അയ്യോ, ഹൈസ്കൂൾ DxD. മെൻ ഓഫ് കൾച്ചർ ബ്രോ, മെൻ ഓഫ് കൾച്ചർ. 12:51 നമുക്ക് 1:10 ഷോ. നമ്മുടെ ലിറ്ററലി മുമ്പില് ട്രാഫിക് നോക്ക്. ശോഭ എത്തി, ഇതോ നേരെ അവിടെ കാണുന്നതാണ് ശോഭ സിറ്റി. പക്ഷെ ഇത് എത്തണം, നേരെ മുകളിൽ പോകും, കാർ തിറക്കാൻ ഓടുക. നമ്മൾ ശോഭ സിറ്റിയിലോട്ട് എൻ്റർ ചെയ്യാണ്. അറിയില്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബസ്സിലാ വന്ന്, ഞങ്ങൾ ബസ്സിലാ വന്ന്. അതുകൊണ്ട് പാർക്കിംഗ് ഫീസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, നോക്കണം. ചെക്കിംഗ് ആണ് ഗൈസ്. വീക്കെൻഡ് പോക്കറ്റിന് വല്ല ബോംബ് കിട്ടുമോ എന്നുള്ള ചെക്കിംഗ് ആണ്. ബോംബ് പിടിച്ചിട്ടില്ല, സക്സസ്. ബോംബ് പിടിച്ചിട്ടില്ല. സ്ക്രീൻ 4ലാണ്. തിരക്കുള്ള സ്ഥലം. തിയേറ്ററിൽ കയറുന്ന സീനാണ്. ഡീമൺ സ്ലേയറിൽ പോയി ഗൈസ്. എൻഡ് ഗെയിം മ്യൂസിക് അല്ലേ ഇത്? എടാ മൂവി മാറിയാ? എൻഡ് ഗെയിമൊക്കെ അറിയാം നമ്മള്. ഒരാൾ നടുവിലിരുന്ന് നല്ല കഥ പറയാൻ പറ്റില്ല. അവിടെ ഇരുന്നോ? മസ്റ്റ് വാച്ച് ആണ്, ലിറ്ററലി മസ്റ്റ് വാച്ച് ആണ്. മൊബൈലിൽ കണ്ട ഇത് ജസ്റ്റിഫൈ ചെയ്യില്ല. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. ഔട്ട് ഓഫ് 10. ഔട്ട് ഓഫ് 10. 9. ഔട്ട് ഓഫ് 10. 9. ഓ മൈ ഗോഡ്, ഇത് ലിറ്ററലി പീക്ക് ആനിമേഷൻ. ദിസ് ഇസ് പീക്ക് ആനിമേഷൻ റൈറ്റ് ഹിയർ. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. നമുക്ക് ഇനി ഇവിടെ ആരെങ്കിലും തിരക്കാം. യെസ്, ഇവിടെ ആരെങ്കിലും റിവ്യൂ പറയാനും നമ്മുടെ ചാലഞ്ച് എടുക്കാനായിട്ട് തിരക്കാം. ഡീമൺ സ്ലേയർ ആണ് നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോ വരാൻ താല്പര്യമുണ്ടോ? ഇല്ല, ഇവിടെ നടന്നില്ല ഗൈസ്. ചോദിച്ചാല് ഡീമൺ സ്ലേയർ ആണ് കണ്ടായിരുന്നേ. ഒരു യൂട്യൂബ് വീഡിയോ വരാൻ താല്പര്യമുണ്ടോ? അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ ഫസ്റ്റ് ഹാഫ്?
തകർത്ത് തൂക്കി ടീംസിനെ തൂക്കി അത്രേ ഉള്ളൂ. ഔട്ട് ഓഫ് 10 എത്ര റേറ്റ് ചെയ്യും? ഓ മൈ ഗോഡ്, ഔട്ട് ഓഫ് 10 ലെവലാണ് റേറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ ചാലഞ്ച് ഉണ്ട്. ഉണ്ടോ? മൂന്ന് ക്വസ്റ്റ്യൻ ഈസിയാണ്. അത്രയില്ല. നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ ഡീമൺ സ്ലെയർ ഫാൻസ്? ഒരു ചെറിയ ചാലഞ്ച് ഉണ്ട്. അതായത് 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ഈസി, മീഡിയം, ഹാർഡ് ലെവൽ. 3 ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഗിഫ്റ്റ് ആണ് ഒരു 5 സ്റ്റാർ. ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ്? ഒരാൾ കൂടെ ഉണ്ടല്ലോ. പേജ് യൂട്യൂബ് ചാനലാണ് VK ദി ഒട്ടാക്കു എന്നാണ്. VK ദി ഒട്ടാക്കു. എന്റെ പേരെന്താ? ആന്റണി. എവിടുന്നാ വരുന്നത്? ഗുരുവായൂർ. ഞങ്ങൾ പാലക്കാട്. അതെ. ആദ്യമായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ Q&A ഒക്കെ ചെയ്യുന്നത്. ചെറിയൊരു എനിക്ക് അയ്യോ ഗേളിന്റെ അടുത്തൊക്കെ ചോദിക്കാൻ പേടിയാണ്. അതാ ഷാങ്ഹായ് ടൈംസ്. നമ്മള് റാമൻ കഴിക്കാനായിട്ട് ട്രൈ ചെയ്തു. ബട്ട് ഇറ്റ് ഇസ് അറൌണ്ട് 400 ഫോർ 1 ബൗൾ ഓഫ് റാമൻ. ഒരാളുടെ വയറ് നിറയുന്നൊന്നും ഉറപ്പൊന്നുമില്ല. സോ ഇറ്റ് ഇസ് നോട്ട് വർത്ത് ഇറ്റ്. അതുകൊണ്ട് നമ്മൾ നേരെ ചിക്കനിലേക്ക് പോവാണ്. എക്സ്പ്ലോഷൻസ് എല്ലാം 3D ആയിരുന്നു. പക്ഷെ പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട് അവര്. ആ ലാസ്റ്റ് സീസണിലെ ലാസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നില്ലേ, ഉബുയാഷിക്കിയുടെ എക്സ്പ്ലോഷൻ ആവുന്ന മാൻഷൻ. അപ്പൊ തൊട്ട് ഡീമൺ സ്ലെയറിന്റെ എക്സ്പ്ലോഷൻസ് എല്ലാം പെർഫെക്റ്റ് ആണ്, അക്യുറേറ്റ് ആയിരുന്നു. ഇന്നത്തെ മൂവിയിലെ എക്സ്പ്ലോഷൻസും അടിപൊളിയായിരുന്നു. നിങ്ങള് തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ ഈ മൂവി തുടങ്ങുമ്പോ ഒരു ഫസ്റ്റ് ഫ്രെയിം ഉണ്ട്, ഫസ്റ്റ് സീൻ. അതിൽ തന്നെ ഞാൻ ഇംപ്രസ് ആയി. അത്ര അടിപൊളിയായിട്ടാണ് അവര് എടുത്തു വെച്ചിരിക്കുന്നത്. ആൻഡ് വേറൊരു സീൻ ഉണ്ട്, ഒരു ഹാർട്ട് കാണിക്കും. ആ ആനിമേഷൻ അതിന്റെ ലൈക്ക് റിയൽ ലൈഫിൽ ഷൂട്ട് ചെയ്ത പോലെ ഉണ്ടായിരുന്നു ആനിമേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്ര അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സത്യം പകുതി പൈസ അതിന് പോയതുപോലെ തോന്നുന്നുണ്ട്. 2 സ്ഥലത്ത് മാത്രമേ അവരിങ്ങനെ പിക്ചർ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. പക്ഷെ പിക്ചറിന്റെയും ക്വാളിറ്റിയും എഫക്ട്സും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ഞാൻ കാറിലിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അപ്പോഴത്തെ വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സോ ദാറ്റ് വാസ് ഇറ്റ്, എ ഡീമൺ സ്ലെയർ വ്ളോഗ് ഡേ. എന്റെ ആദ്യത്തെ വ്ളോഗാണ്. അതുകൊണ്ട് ഒരുപാടൊന്നും എക്സ്പേർട്ട് ആയിട്ടില്ല ഇതൊരു വ്ളോഗിങ്ങിൽ ചാനലിലായിട്ട്. അതായത് കുറച്ചൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ബാക്കി വീഡിയോസ് ചെയ്യുന്ന അത്ര എക്സ്പെർട്ടീസ് വന്നിട്ടില്ല വ്ളോഗിങ്ങില്. ആൻഡ് നല്ല രസമായിരുന്നു ഇന്നത്തെ ദിവസം. കുറെ ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തു ഫ്രണ്ട്സിന്റെ ഒപ്പം. ആൻഡ് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഞാൻ പോയിട്ട് സംസാരിച്ച് വീഡിയോ എടുക്കുന്നത്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വേറൊരു റാൻഡം ആളുടെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഫൺ. സോ ദാറ്റ് വാസ് ഇറ്റ് ഗൈസ്. നിങ്ങൾക്ക് വ്ളോഗ് കാണാൻ ഇഷ്ടമാണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ഞാൻ ഇനിയും ഇതേപോലത്തെ വ്ളോഗ്സ് ഇടാനായിട്ട് ട്രൈ ചെയ്യാം. ആൻഡ് ലാസ്റ്റ് പോകുന്ന മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഡീമൺ സ്ലെയറിന്റെ ഈ മൂവി ഈസ് എ തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച്. സോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാം. നിങ്ങൾ മാങ്ക വായിച്ചു എന്ന് പറഞ്ഞ് പോവാതിരിക്കരുത്. യൂഫോർട്ടബിൾ ചെയ്തിരിക്കുന്ന ആനിമേഷനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇറ്റ് ഈസ് ടോട്ടലി വർത്ത് തിയേറ്ററിൽ പോയി കാണാൻ. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, ബൈ ബൈ.